ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഫ്രൂട്ട് ഷോപ്പുകളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടാറുള്ള ഷമാം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു കനത്ത വേനൽ ചൂടിന് ആശ്വാസം തരാൻ ഇതുപോലെയുള്ള ജ്യൂസുകൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ധാരാളം വെള്ളവും ഇതുപോലുള്ള ഫ്രൂട്ട് ജ്യൂസുകളും കരിക്കിൻ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ സഹായിക്കും. ഷമാം കൊണ്ടുള്ള ജ്യൂസ് പലർക്കും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു രീതിയിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പകുതി ഷമാമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തിയ കുറച്ച് കശുവണ്ടിയും ബദാമും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ നല്ല തണുത്ത കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ജ്യൂസിലേക്ക് വേണ്ടിയിട്ട് ആകെ 1 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തിയ കുറച്ച് കസ്കസും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഷമാം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.